ഹലോ എവ്രി വൺ, ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് B.Ed സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറിൻ്റെ ഭാഗമാണ്. അതിൻ്റെ യൂണിറ്റ് 1ൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ 1 കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്ത് പോരുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഓർഡറിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് അണ്ടർ വേരിയസ് ലോസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വ്യത്യസ്ത ലോകളിൽ എങ്ങനെയാണ് ചൈൽഡ് എന്നുള്ള ഈ ഒരു ടേമിന് അവർ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. സോ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി ലോസും അതുപോലെ തന്നെ ഇതിൻ്റെ പേർപ്പസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. സോ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ബാക്കി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നോക്കി വായിക്കുക കേട്ടോ. So in India, the definition of children varies depending on the legislation or law referred to. Here are some common definitions of children as per different legislations in India. ഇന്ത്യയിലെ ഡിഫറെൻറ്റ് ലെജിസ്ലേഷൻസിൽ ഉള്ള ഡെഫിനേഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റത്തേതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇൻ 2009. 2009 വന്നിട്ടുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം അതിൻ്റെ പേർപ്പസ് എന്താണ്? ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ എഡ്യൂക്കേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വയസ്സിൻ്റെ ഒരു പരിധി കൊടുത്തിട്ടുണ്ട്. ബോയ്സിന് 14, ഗേൾസിനും 14. അതായത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാൻഡേറ്ററി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ലോ പ്രകാരം പറയുന്നത്. എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നിട്ടുള്ളത് 2009 ഇത് പ്രകാരം എന്താണ് പറയുന്നത്? ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. ഓക്കെ, 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു ആക്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ചൈൽഡ് ലേബർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ആണ്. ഇത് 1986 വന്നിട്ടുള്ളതാണ് അല്ലേ. ഈ നമ്മുടെ ഈ കൊടുത്തിട്ടിരിക്കുന്ന എന്താ പറയുക ബോക്സിനകത്ത് മൂന്നാമത്തേതാണ് 1986. ഇയറൊക്കെ കഴിയുകയാണെങ്കിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. സോ ഇതിൽ വന്നിട്ട് എന്താണ്? ടു പ്രൊഹിബിറ്റ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ സർട്ടൻ എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് റെഗുലേറ്റ് ദ കണ്ടീഷൻസ് ഓഫ്. അതായത് ചില കുട്ടികളൊക്കെ പണ്ട് കാലത്ത് വന്നിട്ടുള്ള ലോ ആയതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുക കേട്ടോ. അതായത് ഭാരപ്പെട്ടിട്ടുള്ള പണികൾ, നമ്മൾ സാധാരണ വീട്ടിലെടുക്കുന്ന പണികളൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഭാരപ്പെട്ട പണികളിൽ നിന്ന് കുട്ടികളെ തടയുക. ഏത് വയസ്സ് വരെ? 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഭാരപ്പെട്ട ജോലിയിൽ നിന്നും തടയുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക, പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലോ പ്രകാരം വരുന്നത്. സോ എന്താണ്? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചൈൽഡ് ലേബർ ആക്ട് 1986. അപ്പോൾ ഇത് പ്രകാരം 14 ഇയേഴ്സ് ഓഫ് ഏജ് ആകുന്നവരെയുള്ള കുട്ടികളെ ഭാരപ്പെട്ട ജോലികൾ ഏൽപ്പിക്കരുത് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് മൈൻസ് ആക്ട്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വന്നിട്ടുള്ളത് 1952 കേട്ടോ. അപ്പോൾ അത് പ്രകാരം എന്താ പറയുന്നത്? ടു പ്രൊഹിബിറ്റ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഫ്രം ഹസാർഡസ് വർക്ക് സിറ്റുവേഷൻസ്. ഇതും മൈൻസ് ആക്ടും അതുപോലെ തന്നെയാണ്. മൈനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്നും കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. അന്ന് ഈ എന്താ പറയുക ഭാരപ്പെട്ട ജോലികളിൽ ലേബർ ആക്റ്റും അതുപോലെ തന്നെ മൈൻസ് ആക്റ്റും കുറേ കൂടി സിമിലർ ആണ്. ഈ കുട്ടികളെ നിന്ന് ഹസാർഡസ് ആയിട്ടുള്ള ഹസാർഡസ് എന്ന് പറഞ്ഞാൽ ഹാംഫുൾ ആയിട്ടുള്ള വർക്ക്സിൽ നിന്നും അവരെ തടയുക. ഓക്കെ, ഏത് വയസ്സ് വരെയാണ് ഇവിടെ പറയുന്നത്? 18. സോ ചൈൽഡ് ലേബർ ആക്റ്റും മൈൻസ് ആക്റ്റും ഏകദേശം സിമിലർ ആണെങ്കിൽ കൂടെ പ്രായപരിധി വ്യത്യാസമുണ്ട്. ചൈൽഡ് ലേബർ ആക്റ്റിൽ 14 ഇയേഴ്സ് വരെയുള്ള കുട്ടികളെയാണ്. ഹസാർഡസ് വർക്കിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്യേണ്ടത് 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഫാക്ടറീസ് ആക്ട് 1948. 1948 ഫാക്ടറീസ് ആക്ട്. ചില ഡേറ്റുകളൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ സുഖമാണ് അല്ലേ. 1947 ഇൻഡിപെൻഡൻസ് കിട്ടി, 48 ഗാന്ധിജി മരിച്ചു. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡേറ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കും. അല്ലെങ്കിൽ ഒരു ടൈം ലൈൻ പോലെ ക്രിയേറ്റ് ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കും കേട്ടോ. നെക്സ്റ്റ്, ടു പ്രിവെൻറ്റ് ചിൽഡ്രൻ ഫ്രം ബീങ് എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ്. അപ്പോൾ 1948 ഫാക്ടറീസ് ആക്റ്റും പറയുന്നത് ഇതേപോലെ തന്നെയാണ്. അതായത് കുട്ടികളെ ഫാക്ടറിയിലുള്ള തൊഴിലുകളിൽ നിന്നും മാറ്റി നിർത്തുക. 14 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് പ്രായപരിധിയായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ലേബേഴ്സ് ആക്ട്, മൈൻസ് ആക്ട്, ഫാക്ടറീസ് ആക്ട് ഒക്കെ ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന കാര്യങ്ങളാണെന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ
സോ നെക്സ്റ്റ് നോക്കുക, ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് വൺ ആണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. സോ ഈ ഒരു ആക്ട് വരുന്നത് ഏത് ഇയറിലാണ്? 1986 കേട്ടോ. ഇതിനെ തന്നെ ഒന്നും കൂടെ അമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലോ വരുന്നത് എപ്പോഴാണ്? ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 ഒന്നും കൂടെ അതിനെ എൻഹാൻസ് ചെയ്തിട്ടുള്ള രൂപം വരുന്നത്. ഇതിലെന്താ പറയുന്നത്? ടു എൻഷുർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ടു പ്രിവെൻറ്റ് അബ്യൂസ് ഓഫ് ചൈൽഡ്. ഓക്കെ, കുട്ടികളെ ഉപദ്രവിക്കുന്ന, അവരെ അബ്യൂസ് ചെയ്യുന്നത് തടയുക എന്നുള്ളതാണ്. അപ്പം ഇതും 18 വയസ്സ് വരെയാണ് ഇതിനൊരു പ്രായപരിധി പറയുന്നത്. നെക്സ്റ്റ്, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജസ് ആക്ട് ഇൻ 2006. ഓക്കെ, ശൈശവ വിവാഹം നിർത്തലാക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ മാരേജ് നിർത്തലാക്കുക, 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കല്യാണം നടത്തരുത് എന്നുള്ളതാണ്. ഇതിലും 2 പ്രായപരിധികളാണ് പറയുന്നത്. സ്ത്രീകളുടെ കേസിൽ 18 പുരുഷന്മാരുടെ കേസിലും 21 ഓക്കെ. അപ്പം പുരുഷന്മാരുടെ മാരേജ് ഏജ് എന്ന് പറയുന്നത് 21 ഗേൾസിൻ്റെത് 18 ആണെന്നും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ ഇസ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 2012 വന്നിട്ടുള്ള ഒരു ആക്റ്റാണ്. ഇതിലെന്താണ് പറയുന്നത്? ടു പ്രിവെൻറ്റ് ചിൽഡ്രൻ ഏജ് ലെസ് ദാൻ 18 ഫ്രം ഒഫൻസസ് ലൈക്ക് സെക്ഷൽ ഹെറാസ്മെൻറ്റ്, സെക്ഷൽ അസോൾട്ട് ആൻഡ് ചൈൽഡ് പോർണോഗ്രഫി. കുട്ടികളെ സെക്ഷൽ ഹെറാസ്മെൻറ്റിൽ നിന്നും, സെക്ഷൽ അസോൾട്ടിൽ നിന്നും, ചൈൽഡ് പോർണോഗ്രഫിയിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 18+ ഫിലിംസ് ഒക്കെ എന്ന് നമ്മൾ പറയാറില്ലേ, അതുവരെയുള്ള കുട്ടികളെ മൈനർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മൈനർ ചൈൽഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ മേജർ എന്നുള്ള ഏജിന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി 18 ആണ് ഈ ഏജ് എന്ന്. അപ്പോൾ അതിന് മുകളിലുള്ളവർക്ക് മാത്രമേ, അതോ എല്ലാം തെറ്റാണ്, ബട്ട് സ്റ്റിൽ ഒരു ചൈൽഡ് എന്നുള്ള കാറ്റഗറിയിൽ നോക്കുന്ന സമയത്ത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സെക്ഷൽ അസോൾട്ടിൽ നിന്നും, ഹരാസ്മെൻറ്റിൽ നിന്നും, പോർണോഗ്രഫിയിൽ നിന്നുമൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് ലോസ് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ലോസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഇനി ഒരുപാട് ലോസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒന്നും കൂടെ നമുക്ക് റിമൈൻഡ് ചെയ്യാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇൻ 2009, ചൈൽഡ് ലേബർ ആക്ട് ഇൻ 1986, മൈൻസ് ആക്ട് ഇൻ 1952, Factories Act in 1948, Juvenile Justice Care and Protection of Children's Act ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഏതിലാണ്? 1986, പിന്നീട് 2015. Prohibition of Child Marriages Act in 2006, Protection of Children from Sexual Offences Act 2012. ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ തമിഴ്നാട് എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് വരുന്നത്. സോ ഇത് ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പറയാനുണ്ടാകും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതെല്ലാം പറയുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. കുറച്ച് മെയിൻ ഫിഗേഴ്സിനെ പറയുന്നുണ്ട്, അതായത് ഇൻഡിപെൻഡൻസിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, അതുപോലെ ഈ സ്ട്രഗിളിന് വേണ്ടിയിട്ട് കുട്ടികളുടെ റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെയും പ്രീ ഇൻഡിപെൻഡൻസ് ടൈമിലുള്ള സ്ട്രഗിൾസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇൻ ഡീറ്റെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ണോടിച്ച് പോകാം, ബാക്കി ഇൻ ഡീറ്റെയിൽ നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പ്രീ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് തന്നെ ഒരുപാട് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ. സോ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പോരാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഫിഗേഴ്സിനെ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റത്തെ പേഴ്സൺ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. So he was a father of Indian nation, was a strong advocate for children's right. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പോരാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല കൂടുതൽ ആൾ എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്? കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും വെൽഫെയറിന് വേണ്ടിയിട്ടുമാണ് സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാന്ധിജി വിശ്വസിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്കും ഫ്രീഡം, ലവ്, നോർച്ചറിങ്, എൻവയോൺമെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ അവർക്കും അത്യാവശ്യമുള്ളതാണെന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി പറയുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, ചൈൽഡ് ലേബർ, എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ചിൽഡ്രൻ ഇൻ എനി ഫോം, ഏത് തരത്തിലുള്ള കുട്ടികളെ ചൂഷണം ചെയ്യുന്നതുമൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയ ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഇതുപോലെ ഒരുപാട് പേരെ പറയുന്നുണ്ട്. മുത്തുലക്ഷ്മി റെഡ്ഡി, ഇവർ സോഷ്യൽ റിഫോമർ ആയിരുന്നു. മാത്രമല്ല ഫസ്റ്റ് ഫീമെയിൽ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മുത്തുലക്ഷ്മി റെഡ്ഡി. സോ ഇവരും ഭയങ്കരമായിട്ടുള്ള ഒരു റോള് ഈ ചൈൽഡ് റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. കാരണം വുമൻസ് ഇന്ത്യൻ അസോസിയേഷൻ എന്നുള്ള ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഈ ഒരു അസോസിയേഷന് നിന്നുകൊണ്ട് തന്നെ കുട്ടികളുടെ മാരേജ്, ഏർലി മാരേജ് പ്രിവെൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ദേവദാസി സിസ്റ്റമൊക്കെ ഒഴിവാക്കാനും, ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പൊരുതിയൊരു വ്യക്തിയാണ് മുത്തുലക്ഷ്മി റെഡ്ഡി. മാത്രമല്ല കുട്ടികളുടെ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷൻസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് മുത്തുലക്ഷ്മി റെഡ്ഡി. നെക്സ്റ്റ് വൺ പെരിയാർ ഇ വി രാമസ്വാമി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്.
സോ കോമൺലി നമ്മൾ ആരുടേത് പറഞ്ഞാലും ചൈൽഡ് ഫ്രീഡം എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത്. സോ പെരിയാറും ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു, മാത്രമല്ല അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനും ആയിരുന്നു. അദ്ദേഹം ഒരുപാട് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ചൈൽഡ് മാരേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈക്വൽ റൈറ്റ്സ്, രണ്ട് പേർക്കും ഒരേ രീതിയിലുള്ള റൈറ്റ്സ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പൊരുതിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു പെരിയാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഡോക്ടർ B.R. അംബേദ്കർ ആണ്. സോ ഓഫ് കോഴ്സ് നമുക്കറിയാം കാസ്റ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ ഒഴിവാക്കാൻ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അംബേദ്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, നമുക്കറിയുന്ന വ്യക്തികളാണ് ഇവരൊക്കെ തന്നെ. നെക്സ്റ്റ് ഭാരതിയാർ, സുബ്രഹ്മണ്യ ഭാരതി കേട്ടോ, അതുപോലെ ആനി ബെസൻറ്റ്, രാജാറാം മോഹൻ റോയ്, സാവിത്രിബായ് ഫൂലെ, അങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാൻ. സോ ഇതിലുള്ള കുറച്ച് പേരെങ്കിലും ഓർത്ത് വയ്ക്കുക. എല്ലാവരും അൾട്ടിമേറ്റ്ലി കുട്ടികളുടെ എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് തടയാൻ വേണ്ടിയിട്ട്, അതുപോലെ ഹെൽത്ത് കെയർ, ഈ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പൊരുതിയിട്ടുള്ളത്. സോ നമ്മളിപ്പം 9ഓളം പേരെയാണ് പറഞ്ഞത്. മഹാത്മാഗാന്ധി, മുത്തുലക്ഷ്മി റെഡ്ഡി, പെരിയാർ E.V. രാമസ്വാമി, ഡോക്ടർ B.R. അംബേദ്കർ, പണ്ഡിറ്റ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ഭാരതിയാർ, ആനി ബെസൻറ്റ്, രാജാറാം മോഹൻ റോയ്, സാവിത്രിബായ് ഫൂലെ. സോ ഇത്രയും പേരെ ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇവരൊക്കെയാണ് ഒരു മെയിൻ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ വരുന്ന കാര്യമാണ് ഇൻഡിപെൻഡൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. സോ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഫോം ചെയ്തിരുന്ന ആ ഒരു സമയത്ത് ഒരുപാട് ഡിസ്കഷൻസ് ചൈൽഡ് റൈറ്റ്സിൻ്റെയും ഫ്രീഡത്തിൻ്റെയും കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1947 ഇൻഡിപെൻഡൻസിന് ശേഷം 1950 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ലോസും ആക്ട്സും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിലുള്ള 2 എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 15(3) പറയുന്നതുണ്ട്, allow the state to make special provisions for children. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 24 കുട്ടികളുടെ എന്താ പറയുക, എംപ്ലോയ്മെൻറ്റ്സ്, ഹസാർഡസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലുള്ള എംപ്ലോയ്മെൻറ്റ് നിർത്തലാക്കണം അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യണം എന്നുള്ളതും കൂടെ ആർട്ടിക്കിൾ 24 പറയുന്നുണ്ട്. സോ ഈ 2 ആർട്ടിക്കിൾസും ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഇതിൽ തന്നെ വരുന്നതാണ് ഫോർമേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരുപാട് പോളിസികളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 1970 അതുപോലെ തന്നെ 1980 സെവറൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് വെർ ഇംപ്ലിമെൻറ്റഡ് ടു അഡ്രസ് ചൈൽഡ് റൈറ്റ്സ് ഇഷ്യൂസ്. അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. The National Policy for Children was formulated in 1974, focusing on child rights, health, education and welfare. So ഇത് 1974 അടുത്തത് എന്താണ്? The Integrated Child Development Services ICDS. ഇത് 1975 വരുന്നത്. ഇതെന്തൊക്കെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ന്യൂട്രീഷണൽ, ഹെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഓഫ് യങ് ചിൽഡ്രൻ. ഓക്കെ. നെക്സ്റ്റ് വൺ ദ തമിഴ്നാടു ഇൻറ്റിഗ്രേറ്റഡ് ന്യൂട്രീഷൻ പ്രോജക്റ്റ് TINP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇത് ലേറ്റ് 1980s വന്നിട്ടുള്ളത്. ഇത് ചൈൽഡ് മാൽന്യൂട്രീഷൻസ്, അതുപോലെ തന്നെ മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ കുറച്ച് പോളിസീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർത്ത് വയ്ക്കാം, കുറച്ച് ആർട്ടിക്കിൾസ് ഓർത്ത് വയ്ക്കുക, കുറച്ച് പേരെ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ വരുന്നത് ലെജിസ്ലേഷൻ ആൻഡ് ലീഗൽ റിഫോംസ് ആണ്. സോ ഇതിലും പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത് അല്ലേ, 1986 പാസ് ചെയ്തിട്ടുള്ള, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ദെൻ ചൈൽഡ് ലേബർ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. സോ പിന്നെ ദ ജുവനൈൽ ജസ്റ്റിസ് കെയർ എന്ന് നമ്മൾ പറഞ്ഞില്ല, 2015 അമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ആക്ട്. സോ അതും കൂടെ വരുന്നുണ്ട്. സോ ഇത്രയും ആക്റ്റുകളാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഹിസ്റ്ററി ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ട്. ആദ്യം ഇത്ര 9 പേരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 to 6 ആളുകൾ നിങ്ങൾക്ക് എഴുതാം. ഇൻഡിപെൻഡൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞതിൽ 2 ആർട്ടിക്കിൾസ് പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് എഴുതാം. പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 3ഓളം പോളിസീസിനെ പറ്റി പറയുന്നുണ്ട്, അത് എഴുതാം. ലെജിസ്ലേഷൻ ആൻഡ് ലീഗൽ റിഫോംസ് എന്നുള്ള കീഴിൽ നിങ്ങൾക്ക് 4ഓളം പോയിൻറ്റ്സ് എഴുതാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് എന്നുള്ളതാണ്. ഇതിൽ മെയിനായിട്ടും നമ്മൾ എഡ്യൂക്കേഷന് ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പോളിസീസും പ്രോഗ്രാംസും കാര്യങ്ങളുമാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പ്രോഗ്രാംസ് ലൈക്ക് സമഗ്ര ശിക്ഷ. മുൻപ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സർവ്വശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞാൽ SSA എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ അത് സമഗ്ര ശിക്ഷ ആൻഡ് രാഷ്ട്രീയ മധ്യമിക് ശിക്ഷാ അഭിയാൻ. ഓക്കെ, RMSA എന്നുള്ളത് ആയിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതെന്താണ്? പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫ്രീ ആക്കുക എന്നുള്ളത്. സോ അതാണ് ഒന്നാമത്തെ പോയിന്റ്. അടുത്തത് എഡ്യൂക്കേഷനുമായിട്ട് അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെക്സ്റ്റ് ആണ്
നാഷണൽ ഹെൽത്ത് മിഷൻ NHM and the Reproductive Maternal Newborn Child and Adolescent Health RMNCH+A strategy focus on improving maternal and child health. സോ ഈ ഒരു സാധനത്തിൻ്റെ അബ്രീവിയേഷൻസ് എങ്കിലും പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ അതാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് എന്നുള്ള ഭാഗത്ത് വരുന്നത്. നെക്സ്റ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 കമ്മിറ്റീസും പ്രോഗ്രാംസും കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ് CWCs എന്ന് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് JJBs ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് SCPCRs. ഇങ്ങനെയുള്ള ഒരുപാട് കമ്മിറ്റീസും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്താണ് ചെയ്തിട്ടുള്ളവർ എസ്റ്റാബ്ലിഷ് ടു എൻഷുർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ലോസ്. ഓക്കെ, അടുത്തത് വേരിയസ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് സച്ച് ആസ് ഇൻറ്റിഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം ICPS എയിം ടു പ്രിവെൻറ്റ് ആൻഡ് റെസ്പോണ്ട് ടു ചൈൽഡ് അബ്യൂസ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ട്രാഫിക്കിംഗ്. സോ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. കുറച്ച് ലോസിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക, അതുപോലെ കമ്മിറ്റിയുടെ കുറച്ച് പേരുകൾ, അതിൻ്റെയൊക്കെ എന്താ പറയുക, മെയിനായിട്ട് ഇപ്പോൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധപ്പെട്ട പേരായിരിക്കും അതിനുണ്ടാവുക. ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത് നാഷണൽ ഹെൽത്ത് മിഷൻ, അതൊക്കെ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ടേംസാണ്. സോ അങ്ങനെ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ മൊത്തം ലോസും കാര്യങ്ങളും ആണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ റിഫോം ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെൻറ്റ്സ് ഇൻ തമിഴ്നാടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഇന്ത്യയിലുള്ള മെയിൻ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി തമിഴ്നാടുവിൻ്റെത് ജസ്റ്റ് ഒന്ന് നോക്കാം. So there are several movements, campaigns, coalitions and network actively working for the rights of children in Tamil Nadu. These initiatives aim to advocate for children's rights, address issues related to education, health, child labor, child protection and overall well-being. Here are some prominent examples. Okay, മനസ്സിലായല്ലോ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കാര്യങ്ങളും താഴെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ഇസ് തമിഴ്നാടു ചൈൽഡ് റൈറ്റ്സ് വാച്ച് TNCRW എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷനാണ്. ഇതെന്തിനാണ്? വർക്കിംഗ് ടുവേർഡ്സ് പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ തമിഴ്നാടു. ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇറ്റ് കണ്ടക്ട്സ് റിസർച്ച്, അഡ്വക്കസി, ക്യാമ്പയിൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ചൈൽഡ് റൈറ്റ്സിൻ്റെ അവെയർനെസ്സും അവരുടെ ഇഷ്യൂസും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക മാറ്റങ്ങളെയൊക്കെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻസും കാര്യങ്ങളും നടത്തുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് തമിഴ്നാടു ചൈൽഡ് റൈറ്റ്സ് വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. ഇത് ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഓർഗനൈസേഷനാണ്. ഇവർ ചെയ്യുന്നത് അഡ്വക്കസീസ്, റിസർച്ചസ്, ക്യാമ്പയിൻസൊക്കെ കണ്ടക്ട് ചെയ്യാണ് ചൈൽഡ് അവെയർനെസ്സിന് വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ CACL. ഇതെന്താണ്? ഒരു ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽസ് ഡെഡിക്കേറ്റഡ് ടു ഇറാഡിക്കേറ്റിംഗ് ചൈൽഡ് ലേബർ ഇൻ തമിഴ്നാടുവിലുള്ള ചൈൽഡ് ലേബർ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്. ഇവരെന്താ ചെയ്യുന്നത്? ദേ വർക്ക് ടുവേർഡ്സ് എൻഷുറിംഗ് ദി ചിൽഡ്രൻ ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം എക്സ്പ്ലോയിറ്റേറ്റീവ് ലേബർ പ്രാക്ടീസസ് ആൻഡ് ഹാവ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് എ സേഫ് എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് വൺ റൈറ്റ് ടു എഡ്യൂക്കേഷൻ RTE. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഇത് തമിഴ്നാടുവിൻ്റെ ഒരു നെറ്റ്വർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആക്ടിൻ്റെ അതേ പേരാണെങ്കിലും ഇതൊരു നെറ്റ്വർക്കാണ് തമിഴ്നാടുവിലുള്ള. ഇവരെന്താണ് ചെയ്യുന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ കാര്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുകയാണ് മെയിനായിട്ട് ഇവരുടെ ഒരു തൊഴിലെന്ന് പറയുന്നത്. ദേ വർക്ക് ടുവേർഡ്സ് എൻഷുറിംഗ് ഫ്രീ ആൻഡ് quality education for all children, addressing issues like access, infrastructure, teacher training and inclusive education. Next one, Children Movement for Climate Justice CMCJ ആണ്. ഇത് പറയുന്നത് ചിൽഡ്രൻ ഫ്രം മാർജിനലൈസ്ഡ് ഫാമിംഗ് ഫാമിലീസ് ഓഫ് 7 states of India between the age group of 12 to 18 united with commitment to protecting the only earth we have to make it livable one for every human being, especially for us future children and concerned about protecting the same. അപ്പോൾ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി 12 മുതൽ 18 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സംഘടനയാണ്. പ്രത്യേകിച്ച് ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന എങ്ങനെയുള്ള കുട്ടികളെയാണ്? മാർജിനലൈസ്ഡ് ഫാമിംഗ് ഫാമിലീസ് എന്ന് വരുന്ന 7 സ്റ്റേറ്റിലെ ഇന്ത്യയിലെ 7ഓളം സ്റ്റേറ്റിലുള്ള കുട്ടികളെയാണ് ചൂസ് ചെയ്യുന്നത്. ചിൽഡ്രൻ മൂവ്മെൻറ്റ് ഫോർ ക്ലൈമറ്റ് ജസ്റ്റിസ് CMCJ stems out of the rights-based approach practiced by the Palar Panchayat under the wider support of child-focused community development intervention initiated by Kinder
North Life, Germany and Resource Center for Participatory Development Studies, Madurai. സോ ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട 4 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തമിഴ്നാട് ചൈൽഡ് റൈറ്റ്സ് വാച്ച്, നെക്സ്റ്റ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ചിൽഡ്രൻ മൂവ്മെൻറ്റ് ഫോർ ക്ലൈമറ്റ് ജസ്റ്റിസ് എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പോയിന്റിൽ ഓർത്ത് വയ്ക്കുക. സോ ഇതാണ് തമിഴ്നാടുവിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ബാക്കി ഇന്ത്യയിലും തമിഴ്നാട്ടിലും ഏകദേശം ഒരേപോലെ വരുന്ന ആക്റ്റുകളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് തന്നെ ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു അല്ലേ, ഫ്രീഡം മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ ഒരുപാട് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന 9 ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ ഇൻഡിപെൻഡൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫോർമേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലെജിസ്ലേഷൻസ് ആൻഡ് ലീഗൽ റിഫോംസ്, അതുപോലെ ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്, ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ, ഇങ്ങനെ ഒരുപാട് പോയിന്റ്സിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് പോസിബിൾ അല്ല. എന്നിരുന്നാൽ കൂടി ഒരുപാട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ റെപ്പിറ്റേഷൻസ് വരുന്നുണ്ട്, ക്ഷമിക്കുക. സോ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചത്. നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. സോ 1-2 വീഡിയോസിൽ ഈ ഒരു മൊഡ്യൂൾ കഴിയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ ഇന്ന് പറഞ്ഞ പോയിന്റ്സിലൂടെ ഒന്ന് പോയി നോക്കാം. ഒന്ന്, ഡെഫിനേഷൻ ഓഫ് ചൈൽഡ് അണ്ടർ വേരിയസ് ലോസ്. നമ്മൾ ഒത്തിരി ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരുപാട് ആർട്ടിക്കിൾസും മാക്സും ലോസും കാര്യങ്ങളും ഇനിയും വരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മാക്സിമം പഠിക്കുക. എന്നാലും ഈ വീഡിയോയിൽ കൊള്ളിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ തമിഴ്നാടുമാണ്. സോ ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. സോ ടിൽ ദെൻ ബൈ.